നമസ്കാരം. ഹോട്ടലിൽ പോയാൽ തല്ലു കിട്ടുന്നത് സാധാരണയായി ഭക്ഷണം കഴിച്ച ശേഷം കാശ് കയ്യിലില്ലെന്ന് പറയുമ്പോഴാണ്. എന്നാൽ ജപ്പാനിലെ ഒരു റെസ്റ്റോറന്റിൽ തല്ല് കിട്ടണമെങ്കിൽ പണം എണ്ണി എണ്ണി കൊടുക്കണം. എത്ര മനോഹരമായ ആചാരം അല്ലേ? ജപ്പാനിൽ നഗോയിലെ ഷാച്ചി ഹോക്കയായ ഇസഗായ എന്ന് വിളിക്കുന്ന റെസ്റ്റോറന്റിലാണ് ഈ വിചിത്രമായ ആചാരമുള്ളത്. ഇവിടെ വെയിട്രസിന്റെ ഒരു തല്ല് കിട്ടാൻ 300 യെൻ, അതായത് 170 രൂപ കൊടുക്കണം. നഗോയിലെ ഏറ്റവും പ്രശസ്തമായ നൈറ്റ് ലൈഫ് ക്വാർട്ടറായ നിഷിഗി സഞ്ചോമിലാണ് ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. പണമടച്ചാൽ ജാപ്പനീസ് പരമ്പരാഗത വസ്ത്രമായ കിമോണോ അണിഞ്ഞെത്തുന്ന വെയിട്രസ് അവർക്ക് ഇഷ്ടമുള്ള ഉപഭോക്താവിന്റെ കവളിൽ കൈ വീശി അടി തരും. ഇതോടൊപ്പം നല്ല ലഘുഭക്ഷണങ്ങളും റെസ്റ്റോറന്റ് പ്രത്യേകതയാണ്. ഈ അടി വാങ്ങാൻ വേണ്ടി മാത്രം റെസ്റ്റോറന്റിൽ എത്തുന്നവർ ധാരാളമാണ്. ഏതെങ്കിലും പ്രത്യേക ജീവനക്കാരികൾ തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ 500 യെൻ നൽകണമെന്ന് മാത്രം. ചില സമയത്ത് നല്ല വേദനിക്കുമെങ്കിലും മനസ്സിന് ശാന്തി തോന്നുമെന്നാണ് അടി കിട്ടിയ പലരും അഭിപ്രായപ്പെടുന്നത്. തന്നെ തല്ലിയതിന് ജീവനക്കാരോട് നന്ദി അറിയിക്കുന്നവരുമുണ്ട്. ജാപ്പനീസ് ജനങ്ങൾക്കൊപ്പം വിദേശികളും റെസ്റ്റോറന്റ് തേടിയെത്തിയതോടെ അവരുടെ ബിസിനസ് ലോകമാകെ പരിചിതമായി. വിചിത്രമായ റെസ്റ്റോറന്റ് വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി. ഏതൊരു ബിസിനസ്സും പച്ച പിടിച്ചു വരുമ്പോൾ അതിനെ തകർക്കുക എന്ന ലക്ഷ്യവുമായി മറുവിഭാഗവും എത്തുമെന്നത് പ്രകൃതിയുടെ നീതിയാണ്. സ്ലാപ്പിംഗ് ഫെസ്റ്റിന്റെ ചില വീഡിയോകൾ പ്രാദേശിക അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഈ വിചിത്രമായ സേവനം നിർത്താൻ റെസ്റ്റോറന്റ് നിർബന്ധിതരായി. പഴയ വീഡിയോകൾ ഇതുപോലെ വൈറലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ വരുന്നതിന് മുൻപ് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക: അടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരരുത് എന്നാവശ്യപ്പെട്ട് റെസ്റ്റോറന്റ് അധികൃതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ സ്ലാപ്പ് ഫെസ്റ്റ് നിർത്തരുതെന്ന് ആവശ്യമുയരുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോഴും അടി ചോദിച്ച് റെസ്റ്റോറന്റിൽ എത്തുന്നത്. ഹോട്ടലിൽ നിന്ന് അടി ലഭിക്കുന്നതിൽ ഉപഭോക്താക്കളായ തങ്ങൾക്ക് പരാതിയില്ലെന്ന അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നവരുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.